Good morning, my dear students. Welcome back to our online class. In the last class, we have discussed our 9th chapter. Today, we are going to discuss another topic in our 9th chapter. The topic is Chauri Chaura incident. In 1922, the farmers of Chauri Chaura village in Uttar Pradesh organized a demonstration against the harsh measures of the British. The police opened fire at the procession of around 3,000 unarmed farmers. The angry mob retaliated by burning down the police station, which resulted in the death of 22 policemen. Gandhiji called off the non-cooperation movement completely as the incident violated the principles of non-violent resistance. അടുത്തത് നമ്മുടെ അടുത്തൊരു ടോപ്പിക്ക് 9th ചാപ്റ്ററിലെ ചൗരി ചൗര ഇൻസിഡൻ്റ് ആണ്. അതായത് ഫ്രീഡം സ്ട്രഗിളുമായിട്ട് റിലേറ്റഡ് ആയത് ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ. ആ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഗാന്ധിജി നിർത്തലാക്കി. അതിന് കാരണമായിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ് ചൗരി ചൗര ഇൻസിഡൻറ്റ്. എന്താ നോക്കാം. ഇൻ 1922 ദ ഫാമേഴ്സ് ഓഫ് ചൗരി ചൗര വില്ലേജ് ഇൻ ഉത്തർപ്രദേശ് ഓർഗനൈസ്ഡ് എ ഡെമോൺസ്ട്രേഷൻ എഗെയിൻസ്റ്റ് ദി ഹാർഷ് മെഷേഴ്സ് ഓഫ് ദി ബ്രിട്ടീഷ്. 1922 ഉത്തർപ്രദേശിലെ ഒരു വില്ലേജായിരുന്നു ചൗരി ചൗര എന്നുള്ളത്. അവിടെയുള്ള ഫാമേഴ്സ് ബ്രിട്ടീഷുകാരുടെ ഹാർഷ് മെഷേഴ്സ്, അവരുടെ ക്രൂരമായിട്ടുള്ള നടപടികൾക്കെതിരെ ഒരു ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രകടനം അവർ ഓർഗനൈസ് ചെയ്തു. The police opened fire at the procession of around 3,000 unarmed farmers. അപ്പോൾ ഈ ഒരു പ്രകടനത്തിന് നേരെ പോലീസ് വെടിവെക്കുകയും ഏകദേശം 3,000 അൺആംഡ് ഫാമേഴ്സ്, അതായത് 3000-ഓളം ഫാമേഴ്സ് ഇതിൽ ഈ ഒരു ഇപ്പോൾ 3000-ഓളം വരുന്ന ഫാമേഴ്സായിരുന്നു. അവർക്ക് നേരെ പോലീസ് ഫയർ ചെയ്തു. The angry mob retaliated by burning down the police station, which resulted in the death of 22 policemen. അപ്പോൾ അങ്ങനെ ഈ ഒരു സംഭവത്തിൽ വളരെയധികം ദേഷ്യം വന്ന ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ തീയിട്ട് നശിപ്പിക്കുകയും അത് 22 പോലീസുകാർ മരിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. Gandhiji called off the non-cooperation movement completely as the incident violated the principles of non-violent resistance. അപ്പോൾ ഈ ഒരു സംഭവത്തോടു കൂടി നമുക്കറിയാം ഗാന്ധിജിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താ? നോൺ വയലൻസ് ആണ് അല്ലേ. അക്രമം ഇല്ലാത്തൊരു സമരമാർഗമായിരുന്നു ഗാന്ധിജി സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് ഗാന്ധിജി ആ ഒരു നോൺ വയലൻറ്റ് റെസിസ്റ്റൻസ് എന്നുള്ള പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്തു എന്നുള്ള, അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ ഒരു പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്തു എന്നുള്ള കാര്യം കൊണ്ട് ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിർത്തലാക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ്, ചൗരി ചൗര ഇൻസിഡൻറ്റ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിർത്തലാക്കുന്നതിന് ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ അത് ഗാന്ധിജി തിരിച്ചു വിളിക്കാൻ കാരണമായിട്ടുള്ള ഇൻസിഡൻ്റാണ് ചൗരി ചൗര എന്നുള്ളത്. നമ്മുടെ ഫ്രീഡം സ്ട്രഗിളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇനി അടുത്തത് വൈക്കം സത്യാഗ്രഹമാണ്. അനദർ ഇൻസിഡൻറ്റ്, വൈക്കം സത്യാഗ്രഹ. The national movement evolved into a platform that opposed social inequalities and strengthened the freedom struggle. The Avarnas were not allowed to use the public roads around the Vaikam temple. The Vaikam Satyagraha in 1924 urged for freedom of movement along these public roads for all sections of the society. ഇനി അടുത്തത് വൈക്കം സത്യാഗ്രഹമാണ്. അതായത് ഈ ഒരു അടുത്തൊരു സത്യാഗ്രഹം എന്ന് പറയുന്നത് വൈക്കം ക്ഷേത്രത്തിലെ റോഡുകളിൽ കൂടി, വൈക്കം ക്ഷേത്രത്തിനടുത്തുള്ള പബ്ലിക് റോഡുകളിലൂടെ എല്ലാവർക്കും നടക്കുന്നതിനുള്ള അനുവാദം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. The Avarnas were not allowed to use the public roads around the വൈക്കം ടെമ്പിൾ. അവർണാസ് എന്ന് പറയുന്നത് ആരായിരുന്നു? താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ് അവർണാസ് അല്ലേ. അവരെ വൈക്കം ക്ഷേത്രത്തിനടുത്തുള്ള പബ്ലിക് റോഡിലൂടെ നടക്കുന്നതിനുള്ള അനുവാദം അവർക്കുണ്ടായിരുന്നില്ല. ദ വൈക്കം സത്യാഗ്രഹ ഇൻ 1924 urged for freedom of movement along this public road for all sections of the society. അപ്പോൾ ഈ വൈക്കം സത്യാഗ്രഹ 1924 വൈക്കം സത്യാഗ്രഹം ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു 1924 വൈക്കം സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? വൈക്കം ക്ഷേത്രത്തിനടുത്തുള്ള പബ്ലിക് റോഡിലൂടെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും
പിന്നെ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം, അതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഇൻ കണക്ഷൻ വിത്ത് ദ സത്യാഗ്രഹ മന്നത്ത് പത്മനാഭൻ ലെഡ് ദ ഫേമസ് സവർണ ജാഥ. അങ്ങനെ ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മന്നത്ത് പത്മനാഭൻ ഒരു സവർണ ജാഥ സംഘടിപ്പിച്ചു. സവർണർ എന്ന് പറയുന്നത് സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകളായിരുന്നു സവർണർ. വൈക്കം സത്യാഗ്രഹ വാസ് എ റിമാർക്കബിൾ മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എഗെയിൻസ്റ്റ് ദ പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി ഇൻ പബ്ലിക് പ്ലേസ്. അപ്പോൾ അങ്ങനെ ഈ ഒരു വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് പബ്ലിക് പ്ലേസിൽ അൺടച്ചബിലിറ്റി അതിനെതിരെ നടന്നിട്ടുള്ള ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് വൈക്കം സത്യാഗ്രഹം എന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നാണ് വൈക്കം സത്യാഗ്രഹം. ഇനി അടുത്തതായിട്ട് ഫിയർലെസ് ഓഫ് ദി ഹാങ്മാൻസ് റോപ്പ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കാണുന്നുണ്ട് അല്ലേ, കുറച്ച് പേരുടെ. ഇത് നമ്മൾ ഈ ഒരു നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മരണം വരിച്ച ആളുകളാണിത്. രക്തസാക്ഷികളാവുക എന്നാണ് അതിന് പറയുക. പാരലൽ ടു ഗാന്ധിയൻ സ്ട്രാറ്റജി സെവറൽ ആംഡ് സ്ട്രഗിൾസ് വെർ ആൾസോ ഓർഗനൈസ്ഡ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പോൾ ഗാന്ധിജിയൻ പിന്നെ സ്ട്രാറ്റജീസ്, ഗാന്ധിജിയുടെ സ്ട്രാറ്റജീസ് നമുക്കറിയാം നോൺ വയലൻ്റ് ആണ്. അതിന് പാരലലായിട്ട് തന്നെ ഒരുപാട് ആംഡ് സ്ട്രഗിൾസ്, അതായത് ആയുധങ്ങൾ ഏന്തിയിട്ടുള്ള ഒരുപാട് സ്ട്രഗിൾസും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ലീഡേഴ്സ് ലൈക്ക് ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു ആൻഡ് സുഖ്ദേവ് ഫോംഡ് ദി ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ ദാറ്റ് എയിംഡ് അറ്റ് പ്രിപ്പയറിംഗ് ദ യൂത്ത് ഫോർ ഫ്രീഡം സ്ട്രഗിൾ. അപ്പോൾ ഈ ഒരു സമയത്ത് ഗാന്ധിജി ഫ്രീഡം സ്ട്രഗിൾ നയിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ പിന്നെ ഫ്രീഡം സ്ട്രഗിളിന് വേണ്ടിയിട്ട് യൂത്തിനെ, അതായത് യുവാക്കളായിട്ടുള്ള ആളുകളെ അവരെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഫോം ചെയ്തു. അതാരൊക്കെ കൂടിയിട്ടാണ് ഈ കാണുന്ന പിക്ചേഴ്സിലുള്ളവർ? ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഏത് ഫോം ചെയ്തത്? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ ചെറുപ്പക്കാരായ ആളുകളെ ഫ്രീഡം സ്ട്രഗിളിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട്. അപ്പോൾ ഈ പേരുകൾ ഓർമ്മിച്ച് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്തത് സാൾട്ട് സത്യാഗ്രഹമാണ്. എ പിഞ്ച് ഓഫ് സാൾട്ട് ചലഞ്ചസ് ആൻ എംപയർ. നോക്കാം എങ്ങനെയാണ് ഒരു നുള്ളു ഉപ്പ് ഒരു എംപയറിനെ ചലഞ്ച് ചെയ്യുന്നത്. The Congress session held at Lahore in 1929 decided to launch the civil disobedience movement under the leadership of Gandhiji. ലാഹോറിൽ 1929 നടന്നിട്ടുള്ള കോൺഗ്രസ് സെഷൻ, അതിൽ വെച്ചിട്ടാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻ്റ് എന്ന നിയമലംഘന പ്രസ്ഥാനം. അപ്പോൾ അതെന്നാണ് 1929 ലാഹോറിൽ വെച്ച് നടന്ന കോൺഗ്രസിൻ്റെ സമ്മേളനത്തിലാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ദ എയിം ഓഫ് ദി മൂവ്മെൻറ്റ് വാസ് ടു ഡിസൊബേ ദ അൺജസ്റ്റ് ലോസ് ഇമ്പോസ്ഡ് ബൈ ദി ബ്രിട്ടീഷ് ഗവൺമെൻറ്. അപ്പോൾ ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡിസൊബേ ദ അൺജസ്റ്റ് ലോസ് ഇമ്പോസ്ഡ് ബൈ ദി ബ്രിട്ടീഷ് ഗവൺമെൻറ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള അൺജസ്റ്റ് ലോസ്, അന്യായമായിട്ടുള്ള നിയമങ്ങൾ അനുസരിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ എയിം. ദ ഇന്ത്യൻസ് ഹാഡ് ടു പേ ടാക്സ് ഫോർ മേക്കിംഗ് സാൾട്ട്. The doubling of the salt tax by the British government fueled the wrath of the people. ഇനി ഇപ്പോൾ ഇന്ത്യൻസ് ഹാഡ് ടു പേ ടാക്സ് ഫോർ മേക്കിംഗ് സാൾട്ട്. ഇപ്പോൾ ഇന്ത്യക്കാർ സാൾട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ടാക്സ് അടച്ചിട്ടുണ്ടായിരുന്നു. അടയ്ക്കണമായിരുന്നു അവർ. ദ ഡബ്ലിംഗ് ഓഫ് ദി സാൾട്ട് ടാക്സ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഫ്യൂൽഡ് ദ റാത്ത് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ ഈ ഒരു സാൾട്ടിന്മേലുള്ള ടാക്സ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇരട്ടിയാക്കി. അതാണ് ഡബ്ലിംഗ് എന്ന് പറഞ്ഞാൽ. ആദ്യം ഉണ്ടായിരുന്ന ടാക്സ് ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. അപ്പോൾ ഇത് ജനങ്ങളുടെ ദേഷ്യം വർദ്ധിക്കുന്നതിന് കാരണമായി. ഗാന്ധിജി റിയലൈസ്ഡ് ദാറ്റ് സാൾട്ട് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വെപ്പൺ ടു ഓർഗനൈസ് എ സ്ട്രോങ്ങർ മാസ് മൂവ്മെൻറ്റ്. അപ്പോൾ ഗാന്ധിജിക്ക് മനസ്സിലായി എന്താണ്, ഈ ഒരു ഫ്രീഡം മൂവ്മെൻറ്റിൽ ഈ ഒരു സാൾട്ട് ഒരു ആയുധമാക്കിയാൽ കൂടുതൽ ജനങ്ങളെ സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് ഗാന്ധിജിക്ക് മനസ്സിലാക്കുകയും അങ്ങനെ ഹി ഡിസൈഡഡ് ടു ഡിസൊബേ ദ സാൾട്ട് ലോ. അങ്ങനെ ഗാന്ധിജി സാൾട്ടിന്മേലുള്ള ആ ലോ, അതായത് ഉപ്പിന്മേൽ നികുതി അടയ്ക്കുക എന്നുള്ളത് അനുസരിക്കാതിരിക്കുക, ഡിസൊബേ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്തു.
അങ്ങനെ accompanied by 78 followers, Gandhiji set out from the Sabarmati ashram and reached Dandi beach by marching 375 km on foot. On 6th April 1930, he launched the civil disobedience movement by taking a handful of salt. Thus, salt came to symbolize the civil disobedience movement in the Indian freedom movement. അങ്ങനെ 78 ഫോളോവേഴ്സുമായിട്ട് ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് യാത്ര തിരിച്ചു ആൻഡ് റീച്ച്ഡ് ദണ്ഡി ബീച്ച്. അങ്ങനെ സബർമതി ആശ്രമത്തിൽ നിന്ന് യാത്ര തിരിച്ച് ദണ്ഡി ബീച്ചിൽ അദ്ദേഹം എത്തി. എങ്ങനെയാണ്? മാർച്ചിങ് 375 കിലോമീറ്റർ ഓൺ ഫൂട്ട്. ഇപ്പോൾ 78 അനുയായികളുമായിട്ട് ഫോളോവേഴ്സുമായിട്ട് സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി ബീച്ചിലെത്തിയത് നടന്നിട്ടാണ്. 375 കിലോമീറ്ററോളം നടന്നിട്ടാണ്. ഓൺ 6th April 1930, he launched the civil disobedience movement by taking a handful of salt. അങ്ങനെ 1930 ഏപ്രിൽ 6 കയ്യിൽ ഒരു പിടി ഉപ്പെടുത്തുകൊണ്ട് ഗാന്ധിജി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ അതിൻ്റെ ഒരു പ്രതീകമായിട്ട് മാറി? ഉപ്പ് മാറി എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ അതാണ് ഗാന്ധിജി ആ ഒരു ഫോളോവേഴ്സുമായിട്ട് ബ്രേക്കിംഗ് ഓഫ് സാൾട്ട് ലോ അല്ലേ, ദണ്ഡി ബീച്ചിൽ ഗാന്ധിജി സാൾട്ട് ലോ ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ പിക്ചറാണിത്. ഇനി അടുത്ത് നോക്കൂ, ദണ്ഡി മാർച്ചിൽ പങ്കെടുത്തിട്ടുള്ള കേരളത്തിലെ ആളുകളാണ്, ആ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ ആൻഡ് രാഘവ പൊതുവാൾ വേർ ദ കേരളൈറ്റ്സ് ഹൂ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സാൾട്ട് സത്യാഗ്രഹ വിത്ത് ഗാന്ധിജി. ഗാന്ധിജിയോടൊപ്പം സാൾട്ട് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുള്ള കേരളത്തിലെ ആളുകളാണ് സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവൻ പൊതുവാൾ തുടങ്ങിയിട്ടുള്ള ആളുകൾ. ഇനി ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് സ്പ്രെഡ് ഓൾ ഓവർ ഇന്ത്യ. The movement in the northwestern region was led by Gan Abdul Ghaffar Gan, popularly known as Frontier Gandhi. Several women were also active in the movement under the leadership of Sarojini Naidu. ഇനി ഇന്ത്യയിൽ മുഴുവൻ ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് സ്പ്രെഡ് ചെയ്തു. നോർത്ത് വെസ്റ്റേൺ റീജിയണിൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് നയിച്ചിരുന്ന ആളായിരുന്നു ഗാൻ അബ്ദുൽ ഗാഫർ ഖാൻ. നിങ്ങൾക്ക് കാണാം ഇവിടെ ഗാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് നോർത്ത് വെസ്റ്റേൺ റീജിയണിൽ ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് നയിച്ചിരുന്നത്. അദ്ദേഹം അറിയപ്പെട്ടിരുന്ന പേരാണ് ഫ്രോണ്ടിയർ ഗാന്ധി, അതിർത്തി ഗാന്ധി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വൺ വേർഡ് ചോദിക്കാം. ഹു ഈസ് നോൺ ആസ് ഫ്രോണ്ടിയർ ഗാന്ധി എന്നുള്ളത് ഗാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. പിന്നെ അതുപോലെ ഒരുപാട് സ്ത്രീകളും ഇതിൽ ആക്റ്റീവായിട്ട് പങ്കെടുത്തു. അതിൽ സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിലാണ് വുമൺസ് ഈ ഒരു ഇതിൽ ആക്റ്റീവായിട്ട് പങ്കെടുത്തത്. ഇനി സാൾട്ട് സത്യാഗ്രഹത്തിൻ്റെ പ്രോമിനൻറ്റ് ലീഡേഴ്സാണ്. ദ പ്രോമിനൻറ്റ് ലീഡേഴ്സ് ഓഫ് ദി സാൾട്ട് സത്യാഗ്രഹ ക്യാമ്പയിൻ ഇൻ കേരള വർ കെ മാധവൻ നായർ ആൻഡ് ഇ മൊയ്തു മൗലവി. സാൾട്ട് സത്യാഗ്രഹത്തിൻ്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സായിരുന്നു മാധവൻ നായർ, കെ മാധവൻ നായരും മൊയ്തു മൗലവിയും. അതുപോലെ തന്നെ ദ മേജർ സെൻറ്റേഴ്സ് ഓഫ് ദ സാൾട്ട് സത്യാഗ്രഹ ഇൻ കേരള വേർ കോഴിക്കോട് ആൻഡ് പയ്യന്നൂർ ഇൻ കണ്ണൂർ. സാൾട്ട് സത്യാഗ്രഹയുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ സെൻറ്റേഴ്സ് ഏതൊക്കെയായിരുന്നു? അത് കോഴിക്കോടും അതുപോലെ തന്നെ കണ്ണൂരിൽ പയ്യന്നൂർ എന്നുള്ള സ്ഥലം, കണ്ണൂരിലെ പയ്യന്നൂർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദ മേജർ സെൻറ്റേഴ്സ് ഓഫ് സാൾട്ട് സത്യാഗ്രഹ ഏതാണെന്നുള്ളത് കോഴിക്കോട് ആൻഡ് പയ്യന്നൂർ ഇൻ കണ്ണൂർ. ഇനി ദ ബ്രേക്കിംഗ് ഓഫ് ദി സാൾട്ട് ലോ വാസ് ഓർഗനൈസ്ഡ് ഇൻ പയ്യന്നൂർ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് കെ കേളപ്പൻ. ഇനി പയ്യന്നൂരിൽ ഈ ഒരു സാൾട്ട് ലോ ബ്രേക്ക് ചെയ്തത് കെ കേളപ്പൻ്റെ ലീഡർഷിപ്പിലാണ്. അപ്പോൾ അതും ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. പയ്യന്നൂരിൽ ലീഡർ ആരായിരുന്നു? കെ കേളപ്പനാണ് കേട്ടോ. മുഹമ്മദ് അബ്ദുറഹ്മാൻ ആൻഡ് പി കൃഷ്ണപിള്ള ഹൂ ലെഡ് ദ സാൾട്ട് സത്യാഗ്രഹ അറ്റ് ദ കോഴിക്കോട് ബീച്ച് വെർ ഇഞ്ചേർഡ് ഇൻ ദി പോലീസ് ലാത്തി ചാർജ്. ഇനി കോഴിക്കോട് ബീച്ചിൽ ഈ ഒരു സാൾട്ട് സത്യാഗ്രഹം നയിച്ചിരുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാനും അതുപോലെ തന്നെ പി കൃഷ്ണപിള്ളയും ആയിരുന്നു. Then the British government decided to suppress the salt satyagraha by all means. Thousands of people, including leaders like Gandhiji, Jawaharlal Nehru and Subhash Chandra Bose were arrested. അങ്ങനെ ഈ ഒരു ബ്രിട്ടീഷ് ഗവൺമെൻറ് എല്ലാ തരത്തിലും ഈ ഒരു സാൾട്ട് സത്യാഗ്രഹയെ അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. ഒരുപാട് ലീഡേഴ്സ്, ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് ഇവരടക്കമുള്ള ഒരുപാട് ലീഡേഴ്സ് അറസ്റ്റ് ചെയ്യപ്പെട്ടു.
ഇനി അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. എന്താ നോക്കാം. ഗുരുവായൂർ സത്യാഗ്രഹ ഓർഗനൈസ്ഡ് ഇൻ 1931 ഇൻ കേരള. കേരളത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹ ഓർഗനൈസ് ചെയ്തത് എന്നാണ് 1931 കേട്ടോ, ഗുരുവായൂർ സത്യാഗ്രഹ. അപ്പോൾ എന്തായിരുന്നു, ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ വിഭാഗം ആളുകൾക്കും അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാവർക്കും പ്രവേശിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുക, അതിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. ദ ട്രസ്റ്റി ഓഫ് ദി ഗുരുവായൂർ ടെമ്പിൾ ആൻഡ് ദെൻ ദ സമോറിൻ റിജക്റ്റഡ് ഗാന്ധിജീസ് റിക്വസ്റ്റ് ടു ഓപ്പൺ ദ ടെമ്പിൾ ടു ഓൾ ഹിന്ദുസ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി അന്നത്തെ സമോറിൻ ഗാന്ധിജിയുടെ റിക്വസ്റ്റ് റിജക്റ്റ് ചെയ്തു. കാരണം എന്താണ്, എല്ലാവർക്കും തുറന്നു കൊടുക്കണം, ജാതിയുടെ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും, എല്ലാ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം കൊടുക്കണം എന്നുള്ളതായിരുന്നു പറഞ്ഞത്. പക്ഷേ അത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ട്രസ്റ്റ് റിജക്റ്റ് ചെയ്തു. ഇൻ പ്രൊട്ടസ്റ്റ് കെ കേളപ്പൻ വെൻറ്റ് ഓൺ എ ഹങ്ങർ സ്ട്രൈക്ക് ബിഫോർ ദി ടെമ്പിൾ. അപ്പോൾ ഇതിന് പ്രൊട്ടസ്റ്റായിട്ട് കെ കേളപ്പൻ അദ്ദേഹം ടെമ്പിളിൻ്റെ മുന്നിൽ ഒരു നിരാഹാര സത്യാഗ്രഹം, ഹങ്കർ സ്ട്രൈക്ക് ആരംഭിച്ചു. പി കൃഷ്ണപിള്ള ആൻഡ് എ കെ ഗോപാലൻ ആൾസോ ടുക്ക് അപ്പ് ദ ലീഡർഷിപ്പ് ഓഫ് ദി സത്യാഗ്രഹ. അങ്ങനെ ഈ ഒരു സത്യാഗ്രഹയുടെ ലീഡർഷിപ്പ് ഏറ്റെടുത്തത് പി കൃഷ്ണപിള്ളയും എ കെ ഗോപാലനുമായിരുന്നു. അങ്ങനെ ഗാന്ധിജിയുടെ മോറൽ സപ്പോർട്ട് കൂടി ഇതിനായിരുന്നു. ദ സത്യാഗ്രഹ ദാറ്റ് ബിഗാൻ വിത്ത് ദി മോറൽ സപ്പോർട്ട് ഓഫ് ഗാന്ധിജി റിസൾട്ടഡ് ഇൻ സെക്യൂറിങ് ഫോർ ഓൾ ഹിന്ദുസ് ദ റൈറ്റ് ടു എൻ്റർ ടെമ്പിൾസ്. അങ്ങനെ ഗാന്ധിജിയുടെ സപ്പോർട്ട് കൂടി ഏതിനുണ്ടായിരുന്നു, ഗുരുവായൂർ സത്യാഗ്രഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും ക്ഷേത്രം തുറന്നു കൊടുക്കുകയും ചെയ്തു. ഇതാണ് ഗുരുവായൂർ സത്യാഗ്രഹ. ഇനി അടുത്തത് അംബേദ്കറും അതുപോലെ തന്നെ പൂനെ പാക്റ്റുമാണ്. നോക്കാം എന്താണ് എന്നുള്ളത്. അംബേദ്കർ ആൻഡ് പൂനെ പാക്റ്റ്. Dr. B.R. Ambedkar was prominent among the leaders who set out to politically empower the depressed classes in India. ഇന്ത്യയിലെ ഡിപ്രസ്ഡ് ക്ലാസ്സസ്, അതായത് ഡിപ്രസ്ഡ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ താഴേക്കിടയിലുള്ള വിഭാഗങ്ങൾ, അവരെ പൊളിറ്റിക്കലി എംപവർ ചെയ്യുക, രാഷ്ട്രീയപരമായിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരിക, അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇതാ നിങ്ങൾക്ക് കാണാം ബി ആർ അംബേദ്കറുടെ പിക്ചർ. അപ്പോൾ അദ്ദേഹമാണ് ഡിപ്രസ്ഡ് ക്ലാസ്സസിന് പൊളിറ്റിക്കലി എംപവർ ചെയ്യിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഹി റെക്കഗ്നൈസ്ഡ് ദാറ്റ് ദ ലിബറേഷൻ ഓഫ് ദി ഡിപ്രസ്ഡ് ക്ലാസ്സസ് ക്യാൻ ബി മെയ്ഡ് പോസിബിൾ ഓൺലി ത്രൂ ദെയർ പാർട്ടിസിപ്പേഷൻ ഇൻ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഡിപ്രസ്ഡ് ക്ലാസ്സസിന് അഡ്മിനിസ്ട്രേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചാൽ മാത്രമേ അവരുടെ ലിബറേഷൻ അല്ലെങ്കിൽ അവരുടെ മോചനം സാധ്യമാവുകയുള്ളൂ എന്നുള്ളത് ഇദ്ദേഹത്തിന് മനസ്സിലായി. He participated in round-table conferences and urged the British government to involve the depressed classes in administration as a remedy to their social backwardness. അങ്ങനെ അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് റൗണ്ട് ടേബിൾ കോൺഫറൻസസ്, വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും അങ്ങനെ ഈ ഒരു ഡിപ്രസ്ഡ് ക്ലാസ്സസിനും അഡ്മിനിസ്ട്രേഷനിൽ അവർക്കും ഭരണത്തിൽ അവരെ ഇൻവോൾവ് ചെയ്യിക്കണം, അവരുടെ സോഷ്യൽ ബാക്ക്വാർഡ്നെസ്സിന് ഒരു പരിഹാരം എന്ന നിലയിൽ അവരെയും എന്തിൽ ഇൻവോൾവ് ചെയ്യിക്കണം, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനിൽ ഇൻവോൾവ് ചെയ്യിക്കണം എന്നുള്ളതാണ് ഇദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത്. ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് റിസർവ്ഡ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഫോർ ദി ഡിപ്രസ്ഡ് ക്ലാസ്സസ്. പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെൻറ് എങ്ങനെയാണ് ഈ ഡിപ്രസ്ഡ് ക്ലാസ്സസിന് പ്രത്യേകം ഇലക്ട്രേറ്റുകളാണ് ഉണ്ടായിരുന്നത്. സെൻസിങ് ദാറ്റ് ദ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വുഡ് അലീനിയേറ്റ് ദ ഡിപ്രസ്ഡ് ക്ലാസ്സസ് ഫ്രം ദി മെയിൻ സ്ട്രീം ഓഫ് ദി സൊസൈറ്റി, ഗാന്ധിജി ഡിസൈഡഡ് ടു പ്രൊട്ടസ്റ്റ് ബൈ ഫാസ്റ്റിംഗ് അൻറ്റിൽ ഡെത്ത്. അപ്പോൾ ഇവർക്ക് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് അല്ലാതെ ഇവരെ സൊസൈറ്റിയുടെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരിക, അതിനു വേണ്ടിയിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു, ഡിസൈഡഡ് ടു പ്രൊട്ടസ്റ്റ് ബൈ ഫാസ്റ്റിംഗ് അൻറ്റിൽ ഡെത്ത്. അപ്പോൾ മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കുക എന്നുള്ള ഒരു തീരുമാനം എടുത്തു. ടു റിസോൾവ് ദ ഇഷ്യൂ ഓഫ് ദ പൊളിറ്റിക്കൽ റൈറ്റ് ഓഫ് ദി ഡിപ്രസ്ഡ് ക്ലാസ്സസ്, ഗാന്ധിജി ആൻഡ് അംബേദ്കർ മെറ്റ് ആൻഡ് റീച്ച്ഡ് എ കോൺസെൻസസ് ടു ഗിവ് അപ്പ് ദി സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് ആൻഡ് ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ദി റിസർവ്ഡ് ഇലക്ട്രേറ്റ്സ് ഫോർ ഡിപ്രസ്ഡ് ക്ലാസ്സസ് ഇൻ ദി ലെജിസ്ലേച്ചർ. അങ്ങനെ ഈ ഒരു ഇഷ്യൂ, അതായത് ഡിപ്രസ്ഡ് ക്ലാസ്സസിനും പൊളിറ്റിക്കൽ റൈറ്റ് വേണം, അവർക്കും ഗവൺമെൻറ്റിൽ അധികാരം വേണം, ആ ഒരു ഇഷ്യൂ, ആ ഒരു പൊളിറ്റിക്കൽ റൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ അവർ തമ്മിൽ കൂടി ചേർന്ന്
പിന്നെ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് അല്ലേ, ഈ ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്നുള്ളത് ഒഴിവാക്കണമെന്നും പിന്നെ അതേപോലെ തന്നെ ഡിപ്രസ്ഡ് ക്ലാസ്സസിന് നിയമത്തിൽ അവർക്ക് പങ്കാളിത്തം വേണമെന്നും പറഞ്ഞു. ഈ ഒരു എഗ്രിമെൻ്റാണ് 1932 എന്തറിയപ്പെട്ടത്, പൂനെ പാക്റ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്, പൂനെ പാക്റ്റ്. അപ്പോൾ എന്താണ്, ഡിപ്രസ്ഡ് ക്ലാസ്സസിനും ഇതിൽ അതായത് ഗവൺമെൻറ്റിൽ അധികാരം വേണം എന്ന് പറയുന്ന ആ ഒരു ഇതിനെയാണ് എന്ത് പറയുന്നത്, പൂനെ പാക്റ്റ്. ഇനി നോക്കിയാൽ റൗണ്ട് ടേബിൾ കോൺഫറൻസസിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞു അല്ലേ അംബേദ്കർ. എന്തിനു വേണ്ടിയിട്ടാണ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുത്തത്, ഈ ഡിപ്രസ്ഡ് ക്ലാസ്സസിന് പിന്നെ അഡ്മിനിസ്ട്രേഷനിൽ അവർക്ക് പാർട്ടിസിപ്പേഷൻ കൊടുക്കണം, അത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാനാണ് റൗണ്ട് ടേബിൾ കോൺഫറൻസസിൽ അംബേദ്കർ പങ്കെടുത്തത്. നോക്കൂ, എന്താ റൗണ്ട് ടേബിൾ കോൺഫറൻസസ്? ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഓർഗനൈസ്ഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസസ് ടു ഡിസ്കസ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ഇന്ത്യ ഇൻ 1930, 31 ആൻഡ് 32. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഓർഗനൈസ് ചെയ്തതാണ് റൗണ്ട് ടേബിൾ കോൺഫറൻസസ്. അത് ഒന്നാമത്തത് 1930, ആദ്യത്തത് നടന്നത് 1930, രണ്ടാമത്തത് 31, മൂന്നാമത്തത് 32. ഇങ്ങനെ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസ് ആണ് നടന്നത്. ഡോക്ടർ BR അംബേദ്കർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഓൾ 3 കോൺഫറൻസസ്. BR അംബേദ്കർ എല്ലാ കോൺഫറൻസസിലും പങ്കെടുത്തു. പക്ഷേ ഗാന്ധിജി ടുക്ക് പാർട്ട് ഇൻ ദി സെക്കൻഡ് വൺ. ഗാന്ധിജി രണ്ടാമത്തതിലാണ് പങ്കെടുത്തത്. BR അംബേദ്കർ പക്ഷേ എല്ലാ റൗണ്ട് ടേബിൾ കോൺഫറൻസസിലും പങ്കെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് ആണ്. എന്താണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്? ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക അല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ ബ്രിട്ടീഷുകാരാണ് ഇവിടെ ഇന്ത്യ ഭരിച്ചിരുന്നത്, അവരെ ഇന്ത്യ വിടുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത്. The Quit India movement was a remarkable mass movement against the British government. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ നടന്നിട്ടുള്ള ഒരു വലിയ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ദ മൂവ്മെൻറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ ദി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി സെഷൻ ഹെൽഡ് അറ്റ് ബോംബെ ഓൺ 8 ഓഗസ്റ്റ് 1942. ഈ ഒരു മൂവ്മെൻറ്റ് കൊണ്ടുവന്നത് എന്നാണ് 1942, 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ വെച്ചിട്ടാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്തത്. ദ സെഷൻ ഡിമാൻഡഡ് ദ ബ്രിട്ടീഷ് ടു ഹാൻഡ് ഓവർ ഓൾ അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ടു ദി ഇന്ത്യൻസ് ആൻഡ് ടു ക്വിറ്റ് ഇന്ത്യ. അപ്പോൾ ഈ ഒരു സെഷൻ ഡിമാൻഡ് ചെയ്തത് എന്താണ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിലൂടെ എല്ലാ അധികാരങ്ങളും ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് കൈമാറി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക, ഇതാണ് അവരിതിലൂടെ പറഞ്ഞത് ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിലൂടെ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് മെനി കോൺഗ്രസ് ലീഡേഴ്സ് വെർ അറസ്റ്റഡ്. അങ്ങനെ ഒരുപാട് കോൺഗ്രസ് ലീഡേഴ്സ് അറസ്റ്റ് ചെയ്തു. ഗാന്ധിജി ആൻഡ് ഹിസ് വൈഫ് കസ്തൂർബ വെർ ഇംപ്രിസൺഡ് അറ്റ് ദി ആഗാഖാൻ പാലസ് ഇൻ പൂനെ. അങ്ങനെ ഒരുപാട് പേര് അറസ്റ്റ് ചെയ്യുകയും ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ വൈഫ് കസ്തൂർബ അവർ ജയിലിലടയ്ക്കപ്പെട്ടു, പൂനെയിലെ ആഗാഖാൻ പാലസ്. കസ്തൂർബ ഗാന്ധി പാസ്ഡ് അവേ ഓൺ 22 ഫെബ്രുവരി 1944 ഇൻ പ്രിസൺ. അങ്ങനെ 1944 ഫെബ്രുവരി 22 കസ്തൂർബ ഗാന്ധി മരണപ്പെട്ടു, ജയിലിൽ വെച്ചിട്ടാണ് മരണപ്പെട്ടത്. ഹെർ ബോഡി വാസ് ക്രിമേറ്റഡ് ഇൻ ദ ജയിൽ കോമ്പൗണ്ട് ഇറ്റ് സെൽഫ്. അങ്ങനെ ജയിൽ കോമ്പൗണ്ടിൽ തന്നെയാണ് ആ ഒരു ബോഡി, ഡെഡ് ബോഡി എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അരുണ ആസഫ് അലി ആൻഡ് ജയപ്രകാശ് നാരായൺ വെൻറ്റ് അണ്ടർഗ്രൗണ്ട് ആൻഡ് ലെഡ് ദി ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വൈൽ ഇൻ ഹൈഡിങ്. പിന്നെ അതിന് ശേഷം ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നയിച്ചിരുന്നത് അരുണ ആസഫ് അലിയാണ് ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. അതുപോലെ തന്നെ ജയപ്രകാശ് നാരായൺ, അവർ ഒളിവിലിരുന്നു കൊണ്ടാണ് പിന്നെ ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ നയിച്ചത്. അതുകൊണ്ട് തന്നെ ഗാന്ധിജി ഡിസ്ക്രൈബ്ഡ് അരുണ ആസഫ് അലി ആസ് ദ ലീഡർ ഓഫ് ദി ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ലീഡറായിട്ട് ഗാന്ധിജി ആരെയാണ് പറയുന്നത്, അരുണ ആസഫ് അലിയെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ലീഡർ ഓഫ് ദി ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി പ്രൊട്ടസ്റ്റിംഗ് ദ അറസ്റ്റ് ഓഫ് ദ ലീഡേഴ്സ്, കൺട്രി വൈഡ് ഹർത്താൽസ് ആൻഡ് ബ്ലാക്ക് ഡേയ്സ് വെർ ഒബ്സർവ്ഡ് ആൻഡ് പ്രൊസഷൻസ് വെർ ഓർഗനൈസ്ഡ്. ഇനി പ്രൊട്ടസ്റ്റിംഗ് ദ അറസ്റ്റ് ഓഫ് ദ ലീഡേഴ്സിനെ ഒരുപാട് പേര് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ രാജ്യത്തൊന്നമാനം ഹർത്താലുകളും ബ്ലാക്ക് ഡേ കരിദിനങ്ങളും ഒബ്സർവ് ചെയ്തു. ദ പ്രൊട്ടസ്റ്റ്
ഗ്രാജ്വലി ടേൺഡ് ഇൻ ടു റെബല്യൻസ്. അങ്ങനെ ഈ പ്രൊട്ടസ്റ്റുകൾ റെബല്യൻസ് ആയിട്ട് മാറി. റെയിൽവേ സ്റ്റേഷൻസ് വെർ ഡിസ്ട്രക്റ്റഡ്, ട്രെയിൻസ് വെർ സെറ്റ് ഔട്ട് ഓൺ ഫയർ, ഗവൺമെൻറ് ഓഫീസസ് വെർ ബേൺഡ് ടു ആഷസ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റ് ഫെസിലിറ്റീസ് വെർ ഡിസ്ട്രോയിഡ്, വർക്കേഴ്സ് ബോയ്ക്കോട്ടഡ് ഫാക്ടറീസ് ആൻഡ് സ്റ്റുഡൻസ് ക്വിറ്റ് ക്ലാസ്സസ്. ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആക്രമണങ്ങൾ ഇന്ത്യയിലുണ്ടായി. അതെന്തൊക്കെയാണ്? റെയിൽവേ സ്റ്റേഷൻസ് വെർ ഡിസ്ട്രക്റ്റഡ്, റെയിൽവേ സ്റ്റേഷനുകൾ തകർത്തു. ട്രെയിൻസ് വെർ സെറ്റ് ഓൺ ഫയർ, ട്രെയിനുകൾ തീയിട്ട് നശിപ്പിച്ചു. ഗവൺമെൻറ് ഓഫീസസ് വെർ ബേൺഡ് ടു ആഷസ്, ഗവൺമെൻറ് ഓഫീസുകൾ തീയിട്ട് നശിപ്പിച്ചു. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റ് ഫെസിലിറ്റീസ് ഡിസ്ട്രോയിഡ്, ബ്രോഡ്കാസ്റ്റ് ഫെസിലിറ്റീസും കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസും എല്ലാം തന്നെ നശിപ്പിച്ചു. ഫാക്ടറികളിൽ വർക്കേഴ്സൊക്കെ അവർ ജോലി അല്ലെങ്കിൽ അത് ബോയ്ക്കോട്ട് ചെയ്തു, ജോലി ചെയ്യാതിരുന്നു. സ്റ്റുഡൻസ്, കുട്ടികൾ ക്ലാസ്സുകൾ ക്വിറ്റ് ചെയ്തു. ഇങ്ങനെ ഒരുപാട് പ്രൊട്ടസ്റ്റുകളാണ് ഇതിനെതിരെ നടന്നത്, ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെതിരെ. ഇൻ കേരള ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ബിഗാൻ വിത്ത് എ ഹർത്താൽ ഓൺ 9th August 1942. അങ്ങനെ കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് 1942 ഓഗസ്റ്റ് 9 ഒരു ഹർത്താലോട് കൂടിയിട്ടാണ് തുടങ്ങിയത്. മെനി ലീഡേഴ്സ് ഓഫ് ദ ഹർത്താൽ ലൈക്ക് MP നാരായണ മേനോൻ, K കേളപ്പൻ, E മൊയ്തു മൗലവി ആൻഡ് AV കുട്ടിമാളു അമ്മ വേർ അറസ്റ്റഡ്. ഒരുപാട് ലീഡേഴ്സ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആരൊക്കെയാണ്? നാരായണ മേനോൻ, MP നാരായണ മേനോൻ, K കേളപ്പൻ, E മൊയ്തു മൗലവി, അതുപോലെ തന്നെ AV കുട്ടിമാളു അമ്മ തുടങ്ങിയവരൊക്കെ അറസ്റ്റ് ചെയ്തു. നമ്മൾ ക്വിറ്റ് ഇന്ത്യ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യണ എന്നാണ് 9th August, ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ എന്താ? ക്രോണോളജിക്കലി അറേഞ്ച് ദ ഇവൻറ്റ്സ് റിലേറ്റഡ് ടു ദ ഫ്രീഡം സ്ട്രഗിൾ. ഇപ്പോൾ നമ്മൾ ഫ്രീഡം സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇയറുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ആ ഇവൻറ്റ്സ് ഏതാണ് അതിൻ്റെ കറക്റ്റ് ഇയർ. ഇപ്പോൾ ദണ്ഡി മാർച്ച് ആണെങ്കിൽ ദണ്ഡി മാർച്ച് എന്ന് ഇവൻറ്റ്സിൽ എഴുതുക, അതിൻ്റെ ഇയർ എത്രയാണ് അത് എഴുതുക. അത് ക്രോണോളജിക്കലി ഓർഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യം നടന്നിട്ടുള്ളത്, ആദ്യം ഏതാണോ നടന്നത് അതാണ് ആദ്യം എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഇയർ ഏതാണ് അത് ആദ്യം എഴുതുക. അങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. ഇനി അടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ആൻഡ് ദി ഇന്ത്യൻ നാഷണൽ ആർമി. സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യൻ നാഷണൽ ആർമിയും നോക്കാം. ഇപ്പോൾ അടുത്തത് സുഭാഷ് ചന്ദ്രബോസാണ്. അദ്ദേഹം ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. സുഭാഷ് ചന്ദ്രബോസ് urged the people to fight against the British. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് സുഭാഷ് ചന്ദ്രബോസ് ആവശ്യപ്പെട്ടു. അതെങ്ങനെയാണ്? ത്രൂ ഹിസ് ഫേമസ് പ്രൊക്ലമേഷൻ, ഗിവ് മീ ബ്ലഡ് ആൻഡ് ഐ വിൽ ഗിവ് യു ഫ്രീഡം. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. അത് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊക്ലമേഷനാണ്. ഗിവ് മീ ബ്ലഡ് ആൻഡ് ഐ വിൽ ഗിവ് യു ഫ്രീഡം. ഇത് പറഞ്ഞതാരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിലൂടെ അദ്ദേഹം എന്താണ് ആവശ്യപ്പെട്ടത്? ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹി ടുക്ക് ഓവർ ദ ലീഡർഷിപ്പ് ഓഫ് ദി ഇന്ത്യൻ നാഷണൽ ആർമി ഫൗണ്ടഡ് ബൈ റാഷ് ബിഹാരി ബോസ്. അങ്ങനെ അദ്ദേഹം റാഷ് ബിഹാരി ബോസ് സ്ഥാപിച്ചിട്ടുള്ള ഇന്ത്യൻ നാഷണൽ ആർമി INA ലീഡർഷിപ്പ് സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു. ദ അൾട്ടിമേറ്റ് എയിം ഓഫ് INA വാസ് ദി ലിബറേഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ INA ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യയെ സ്വതന്ത്രമാക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഗാന്ധിജി ഡിസ്ക്രൈബ്ഡ് സുഭാഷ് ചന്ദ്രബോസ് ആസ് നേതാജി. ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ എന്താണ് വിളിച്ചത്? നേതാജി എന്നുള്ള പേരിലാണ് വിളിച്ചത്. ദ സ്ലോഗൻ ജയ് ഹിന്ദ് ഈസ് ദി കോൺട്രിബ്യൂഷൻ ഓഫ് സുഭാഷ് ചന്ദ്രബോസ്. അതുപോലെ തന്നെ ജയ് ഹിന്ദ് എന്നുള്ള ഒരു സ്ലോഗൻ അത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻ വരും. നേതാജി, സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിളിച്ചതാരാണ്? ഗാന്ധിജിയാണ്. അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഫേമസ് ആയിട്ടുള്ള സ്ലോഗൻ അതേതാണ്? ജയ് ഹിന്ദ്. ഈ 2 ഓർമ്മിച്ച് വയ്ക്കുക. 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി അടുത്തത് INA ആൻഡ് കേരളൈസ് ആണ്. ഇന്ത്യൻ നാഷണൽ ആർമിയും അതുപോലെ തന്നെ കേരളൈസ്. ഇന്ത്യൻ നാഷണൽ ആർമിയിലുള്ള കേരളത്തിലെ ആളുകൾ ആരൊക്കെ? ക്യാപ്റ്റൻ ലക്ഷ്മി എ കേരളൈറ്റ് വാസ് ദ ലീഡർ ഓഫ് ദി വുമൺസ് വിങ് ഓഫ് INA. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വുമൺ വിങ്
അതായത് എന്താണ് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ജെൻസും ലേഡീസും ഉണ്ടായിരുന്നു. അതിൽ ലേഡീസിൻ്റെ ആ ഒരു വിഭാഗത്തിൻ്റെ ലീഡർ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു. വക്കം അബ്ദുൽ ഖാദർ വാസ് അനദർ കേരളൈറ്റ് ഹൂ ജോയിൻഡ് INA ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ഐഡിയാസ് ഓഫ് സുഭാഷ് ചന്ദ്രബോസ്. അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആശയങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത് INAയിൽ ചേർന്നിട്ടുള്ള മറ്റൊരാളായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പോൾ അത് നിങ്ങൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഇവിടെ ഒരു ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. കംപ്ലീറ്റ് ദ ടേബിൾ റിലേറ്റഡ് ടു ദ അജിറ്റേഷൻസ് ലെഡ് ബൈ ഗാന്ധിജി. ഇപ്പോൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ അജിറ്റേഷൻസുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയുണ്ട്? ചമ്പാരൻ സത്യാഗ്രഹ, ഗേദ സത്യാഗ്രഹ, കോട്ടൺ മിൽ സ്ട്രൈക്ക്, അജിറ്റേഷൻസ് എഗെയിൻസ്റ്റ് ദ റൗലറ്റ് ആക്ട്, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, സാൾട്ട് സത്യാഗ്രഹ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, ഇത്രയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളുടെയൊക്കെ മെത്തേഡ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സാണ്. ഇപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹ അതിൻ്റെ അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ചമ്പാരൻ എന്ന് പറയുന്നത് സത്യാഗ്രഹമാണ്. ടുക്ക് അപ്പ് ദ പെസൻസ് ഇഷ്യൂസ്, അതെന്തിനു വേണ്ടിയിട്ടുള്ള പെസൻസിൻ്റെ ഇഷ്യൂസ് അല്ലേ, കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. പിന്നെ അജിറ്റേഷൻസ് അഗെയിൻസ്റ്റ് ദ എക്സ്പ്ലോയിറ്റേഷൻ ബൈ ദ ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേഷനെതിരെയുള്ള ഒരു സമരമായിരുന്നു ചമ്പാരൻ. അതേപോലെ തന്നെ നമ്മൾ ഓരോന്നും എഴുതാനാണ്. ഗേദ എന്താ ഒക്കെ നമ്മൾ ആ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ഈ ടേബിൾ ഇത്രയും കംപ്ലീറ്റ് ആക്കുക. ഇനി അടുത്തത് മുഹമ്മദ് അലി ജിന്ന ആൻഡ് പാകിസ്ഥാൻ ഡിമാൻഡാണ്. നോക്കാം എന്താണെന്നുള്ളത്. മുഹമ്മദ് അലി ജിന്ന ആൻഡ് പാകിസ്ഥാൻ ഡിമാൻഡ്. A session of the Muslim League was held at Lahore in 1940. The session put forward the demand for the formation of Pakistan incorporating the regions having Muslim majority. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു സെഷൻ, അതായത് ഒരു മീറ്റിംഗ് 1940 ലാഹോറിൽ വെച്ച് ചേർന്നു. അതിലെന്താണ് പറഞ്ഞത്? ദ സെഷൻ പുട്ട് ഫോർവേഡ് ദ ഡിമാൻഡ് ഫോർ ദി ഫോർമേഷൻ ഓഫ് പാകിസ്ഥാൻ ഇൻകോർപ്പറേറ്റിംഗ് ദ റീജിയൻസ് ഹാവിങ് മുസ്ലിം മെജോറിറ്റി. അപ്പോൾ ഈ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യം, മുസ്ലിം മെജോറിറ്റി ഉള്ള റീജിയണിനെ ഒന്നിച്ച് ചേർത്ത് പാകിസ്ഥാൻ രൂപീകരിക്കണം. അതാണ് ഈ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞത്. Muhammad Ali Jinnah argued that the Muslim League is the sole organization that represented the Muslims in India and hence deserved consideration akin to that provided to the Indian National Congress. Muhammad Ali Jinnah ആർഗ്യൂഡ് ദാറ്റ് ദ മുസ്ലിം ലീഗ്. അപ്പോൾ മുഹമ്മദ് അലി ജിന്ന പറഞ്ഞത് എന്താണ്? മുസ്ലിം ലീഗാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ മുസ്ലിം ലീഗാണ് എന്നുള്ളതാണ് മുഹമ്മദ് അലി ജിന്ന പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് എൻകറേജ്ഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ മുസ്ലിം ലീഗ് ആസ് എ പാർട്ട് ഓഫ് ദെയർ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളെ എൻകറേജ് ചെയ്തു. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ പോളിസി ഡിവൈഡ് ആൻഡ് റൂള്, ഭിന്നിപ്പിച്ച് ഭരിക്കുക. അപ്പോൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ മുസ്ലിം മെജോറിറ്റി ഉള്ളതിന് ഇപ്പോൾ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ വേർതിരിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ ആക്ടിവിറ്റീസിനെ എൻകറേജ് ചെയ്തു. Lord Mountbatten, who was appointed the new viceroy, worked out compromise after lengthy discussions with the leaders of the Indian National Congress and All India Muslim League. He declared that British India was to be partitioned and a new state of Pakistan was to be created along with Free India. അങ്ങനെ പുതിയ വൈസ്രോയി ആയിട്ട് ലോർഡ് മൗണ്ട് ബാറ്റൺ ആണ് അപ്പോയിൻ്റ് ചെയ്തത്. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെയും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിലെയും ലീഡേഴ്സുമായിട്ട് ഒരുപാട് ഡിസ്കഷൻസ് നടത്തി. അങ്ങനെ അദ്ദേഹം അവസാനം ഡിക്ലെയർ ചെയ്തത് എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യ വാസ് ടു ബി പാർട്ടീഷൻഡ് ആൻഡ് എ ന്യൂ സ്റ്റേറ്റ് ഓഫ് പാകിസ്ഥാൻ വാസ് ടു ബി ക്രിയേറ്റഡ് അലോങ് വിത്ത് എ ഫ്രീ ഇന്ത്യ. അങ്ങനെ അവസാനം അദ്ദേഹം ഡിക്ലെയർ ചെയ്തു ബ്രിട്ടീഷ് ഇന്ത്യ പാർട്ടീഷൻ ചെയ്യും. അങ്ങനെ ഒരു പുതിയ സ്റ്റേറ്റ്, പാകിസ്ഥാൻ എന്നുള്ള ഒരു പുതിയ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത് അദ്ദേഹം ഡിക്ലെയർ ചെയ്തു. ഇനി അടുത്തത് ദ ഡോൺ ഓഫ് ഫ്രീഡം. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മൂവ്മെൻറ്റുകൾ കഴിഞ്ഞു. അങ്ങനെ അവസാനം നമുക്ക് എന്ത് കിട്ടി? ഫ്രീഡം കിട്ടിയില്ലേ, സ്വാതന്ത്ര്യം. ദ ഡോൺ ഓഫ് ഫ്രീഡം.
ഓൺ ദി മിഡ് നൈറ്റ് ഓഫ് 14 ഓഗസ്റ്റ് 1940 ജവഹർലാൽ നെഹ്റു അനൗൺസ്ഡ്. 1947 ഓഗസ്റ്റ് 14 ജവഹർലാൽ നെഹ്റു അനൗൺസ് ചെയ്തു. ലോങ് ഇയേഴ്സ് എഗോ വി മെയ്ഡ് എ ട്രിസ്റ്റ് വിത്ത് ഡിസ്റ്റിനി ആൻഡ് നൗ ദ ടൈം കംസ് വെൻ വി ഷാൾ റിഡീം അവർ പ്ലഡ്ജ് നോട്ട് ഓൺലി ഓർ ഇൻ ഫുൾ മെഷർ ബട്ട് വെരി സബ്സ്റ്റാൻഷ്യലി. ഇപ്പോൾ ഒരുപാട് കാലം നമ്മൾ ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ എന്താണ്, അതിൽ നിന്നൊക്കെ മോചനം നേടുന്ന ഒരു സമയമായി. അറ്റ് ദ സ്ട്രോക്ക് ഓഫ് ദി മിഡ് നൈറ്റ് ഹവേഴ്സ് വെൻ ദ വേൾഡ് സ്ലീപ്സ് ഇന്ത്യ വിൽ അവേക്ക് ടു ലൈഫ് ആൻഡ് ഫ്രീഡം. ഇപ്പോൾ ഇന്ന് അർദ്ധരാത്രി ആകുമ്പോൾ എന്താണ്, ലോകമൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ എന്ത് ചെയ്യും, വിൽ അവേക്ക് ടു ലൈഫ് ആൻഡ് ഫ്രീഡം. ഇന്ത്യ ഉണർന്നിരിക്കും സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ ജീവിതത്തിനും വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ജവഹർലാൽ നെഹ്റു ബിക്കെയിം ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഫ്രീ ഇന്ത്യ ഓൺ 15 ഓഗസ്റ്റ് 1947. അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററായിട്ട് ജവഹർലാൽ നെഹ്റു വന്നു. 1947 ഓഗസ്റ്റ് 15 നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അങ്ങനെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രിയായിട്ട് ജവഹർലാൽ നെഹ്റു തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതോട് കൂടിയിട്ട് നമ്മളെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ഒരു വർക്ക് ഇവിടെ ഞാൻ പറഞ്ഞു, ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ദ ടേബിൾ റിലേറ്റഡ് ടു ദി അജിറ്റേഷൻസ് ലെഡ് ബൈ ഗാന്ധിജി. നിങ്ങൾ ചെയ്യേണ്ട വർക്ക് ഇതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ എഴുതുക, കംപ്ലീറ്റ് ദ ടേബിൾ റിലേറ്റഡ് ടു ദി അജിറ്റേഷൻസ് ലെഡ് ബൈ ഗാന്ധിജി. എന്നിട്ട് നിങ്ങൾ എന്ത് എഴുതുക, ഈ ഒരു വർക്ക് ചെയ്യുക. ചമ്പാരൻ സത്യാഗ്രഹ, ഗേദ സത്യാഗ്രഹ, ഇതിൻ്റെയൊക്കെ മെത്തേഡ്സും ഫീച്ചേഴ്സും എന്താണെന്നുള്ളത് എഴുതിയിട്ട് ഈ ഒരു ടേബിൾ നിങ്ങൾ ഫില്ല് ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിലുള്ള വർക്ക്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക് യു.